ഡൽഹിയിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പ്രതിഷേധ പരിപാടിയിൽ വ്യാപകമായി മുസ്ലിങ്ങൾ പങ്കെടുത്തില്ല. പരിപാടിക്ക് മുന്നോടിയായി തന്നെ മുസ്ലിം വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ച് സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു. അതുപോലെ പല ഇമാമുമാരും മുസ്ലിം യുവാക്കൾ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഈ വീഡിയോയിൽ അത് വിശദമായി പരിശോധിക്കാം. 6 വർഷം മുമ്പ് ഡൽഹിയിലെ തെക്ക് കിഴക്കൻ മേഖലയിലെ ഒരു സാധാരണ റോഡ് ലോക രാഷ്ട്രീയ ചർച്ചകളിൽ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പ്രതീകമായി മാറിയിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അഥവാ CAA-ക്കെതിരെ മുസ്ലിം സ്ത്രീകൾ നയിച്ച സമരം ഷഹീൻ ബാഗിനെ ആഗോള ശ്രദ്ധാകേന്ദ്രമാക്കി. ഇന്ത്യയിലെ ജനാധിപത്യ പ്രതിരോധത്തിന്റെ പുതിയ മുഖമായാണ് അന്ന് പലരും ഷഹീൻ ബാഗിനെ വിശേഷിപ്പിച്ചത്. രാവും പകലും തുടരുന്ന സമരങ്ങൾ, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ, വിദ്യാർത്ഥികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും പിന്തുണ, ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങൾ, ദേശീയ പതാക ഉയർത്തിയുള്ള പ്രതിരോധം എല്ലാം ചേർന്ന് ഷഹീൻ ബാഗ് ഒരു രാഷ്ട്രീയ പ്രതീകമായി മാറി. അന്ന് മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക എന്നത് ജനാധിപത്യ അവകാശം മാത്രമല്ല, ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള കടമ കൂടിയായാണ് കണ്ടത്. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ മനോഭാവത്തിൽ വലിയ മാറ്റമാണ് കാണുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഡൽഹിയിൽ നടന്ന പ്രതിഷേധ പരിപാടിക്ക് മുന്നോടിയായി മുസ്ലിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പള്ളികളിലുമെല്ലാം വ്യാപകമായി പ്രചരിച്ച ഒരു സന്ദേശമുണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുക്കരുത്, പ്രതിഷേധ സ്ഥലത്തിന് സമീപം പോലും പോകരുത്, പ്രത്യേകിച്ച് യുവാക്കൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈ സന്ദേശം ചില വ്യക്തികളുടെ അഭിപ്രായ പ്രകടനം മാത്രമല്ലായിരുന്നു, മറിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുസ്ലിം സമൂഹത്തിനുള്ളിൽ വളർന്നു വന്ന ഒരു പുതിയ ആശങ്കയുടെ പ്രകടനമായിരുന്നു അത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പരിപാടിയിൽ നിന്നും മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്ന ആഹ്വാനം വ്യാപകമായി ഉയർന്നത് CJP-യെ കുറിച്ചുള്ള ആശങ്ക കൊണ്ടല്ല, അതായത് പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെക്കുറിച്ചല്ല, മറിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചായിരുന്നു ആശങ്ക. പ്രക്ഷോഭ പരിപാടി ഏതാനും മണിക്കൂറുകൾ മാത്രമേ നീണ്ടു നിൽക്കൂ, പക്ഷെ അതിൽ പങ്കെടുക്കുന്ന മുസ്ലിം നാമധാരികൾക്കുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം തുടർന്നേക്കാമെന്ന ആശങ്കയാണ് മുസ്ലിം സമൂഹത്തിനുള്ളിൽ വ്യാപകമായി പ്രചരിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഭയം രൂപപ്പെട്ടത്? അതിനുത്തരം കണ്ടെത്താൻ കഴിഞ്ഞ ഒരു ദശകത്തെ സംഭവ വികാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. CAA വിരുദ്ധ സമരങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയ ബോധത്തിന്റെ ഒരു നിർണായക ഘട്ടമായിരുന്നു. എന്നാൽ ആ സമരങ്ങൾക്ക് ശേഷമുണ്ടായ സംഭവങ്ങൾ പലരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഡൽഹി കലാപം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, നിരവധി വിദ്യാർത്ഥികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും അറസ്റ്റുകൾ, ജാമ്യമോ വിചാരണയോ ഇല്ലാത്ത നീണ്ട ജയിൽവാസങ്ങൾ, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിയമ നടപടികൾ, ഇതെല്ലാം മുസ്ലിം സമൂഹത്തിൽ ശക്തമായ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ സമാധാനപരമായി നടന്നാൽ പോലും അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിങ്ങൾക്ക് മേൽ ചുമത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക മുസ്ലിം സമൂഹത്തിനുള്ളിൽ അത്തരമൊരു ഭയം രൂപപ്പെട്ടു കഴിഞ്ഞു. ഈ ഭയത്തെ കൂടുതൽ ശക്തമാക്കിയ മറ്റൊരു ഘടകം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കർശന നിയമങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ്. UAPA അടക്കമുള്ള ഭീകരവിരുദ്ധ നിയമങ്ങൾ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ചില മുസ്ലിം വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കേസുകൾ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ് യൗവനം ബലി കൊടുക്കേണ്ട സ്ഥിതിയാണുള്ളത്. നിയമപരമായി ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതികളാണ്. എന്നാൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അതിനു മുമ്പുള്ള ഘട്ടങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അറസ്റ്റ്, അന്വേഷണം, ചോദ്യം ചെയ്യൽ, കോടതി വിധിക്കായി കാത്തിരിക്കേണ്ട വർഷങ്ങൾ, അഭിഭാഷക ചെലവുകൾ, തൊഴിൽ നഷ്ടം, കുടുംബങ്ങൾ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദം, ഇവയെല്ലാം ചേർന്ന് വലിയൊരു സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് പിന്നാലെ ബുൾഡോസർ അയച്ച് വീട് തകർക്കുന്ന ബുൾഡോസർ രാജ് മുസ്ലിം കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും. സമരം ഒരു ദിവസം കൊണ്ട് അവസാനിക്കും, പക്ഷെ കേസ് അവസാനിക്കാൻ വർഷങ്ങൾ എടുക്കും, കുടുംബം തന്നെ ഇല്ലാതാകും. സമരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് രക്ഷിതാക്കൾ അവരുടെ മക്കളോട് പുതുതായി ഒരു ഉപദേശം നൽകാൻ തുടങ്ങിയത്. ആദ്യം പഠനം പൂർത്തിയാക്കുക, നല്ല ജോലി നേടുക, സാമ്പത്തികമായി സുരക്ഷിതരാകുക, പിന്നീട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാം, അനാവശ്യമായി വിവാദങ്ങളിൽ ചെന്ന് ഭാവി അപകടത്തിലാക്കരുത്. ഈ മനോഭാവം മുസ്ലിം കുടുംബങ്ങളിൽ മാത്രമല്ല, മത നേതാക്കൾക്കിടയിലും ശക്തിപ്പെട്ടിട്ടുണ്ട്. പള്ളികളിലെ പ്രസംഗങ്ങളിൽ പോലും ഇന്ന് ഈ ഒരു സന്ദേശമാണ് ഉയരുന്നത്. സാമൂഹിക മാറ്റം സൃഷ്ടിക്കാൻ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക മാത്രമല്ല വഴി. വിദ്യാഭ്യാസം, സാമ്പത്തിക ശാക്തീകരണം, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, സ്കോളർഷിപ്പുകൾ, കോച്ചിംഗ് സെന്ററുകൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ, ഇതിലൂടെയെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ശാക്തീകരിക്കാനാണ് അവർ ഉപദേശം നൽകുന്നത്. ഷഹീൻ ബാഗിലെ ഒരു ഇമാം പറഞ്ഞ ഒരു ആശയം ശ്രദ്ധേയമാണ്. വികാരങ്ങൾ പ്രധാനമാണ്, എന്നാൽ തീരുമാനങ്ങൾ വിവേകത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും എടുക്കണം. ഈ ഒരു വാചകം തന്നെ മുസ്ലിം സമൂഹത്തിലെ പുതിയ രാഷ്ട്രീയ ചിന്തയുടെ സാരാംശമാണ്. ബട്ട്ല ഹൌസിലെ മസ്ജിദ് ഷഹാബിലെ ഇമാം അഹമ്മദും സമാനമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. പ്രതിഷേധത്തിന്റെ ലക്ഷ്യം എന്താണ്? ആരാണത് സംഘടിപ്പിക്കുന്നത്? അത് സമാധാനപരമായി തുടരുമോ? പങ്കെടുക്കുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യുമോ?
അതോ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിക്കാതെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കരുതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം ബുദ്ധിജീവികൾ മറ്റൊരു വാദവും മുന്നോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കമ്മ്യൂണിറ്റിയുടെ വലിയൊരു ഊർജ്ജം പ്രതിഷേധ രാഷ്ട്രീയത്തിനായി ചെലവഴിക്കപ്പെട്ടു. എന്നാൽ അതേസമയം വിദ്യാഭ്യാസം, സംരംഭകത്വം, തൊഴിൽ പരിശീലനം, സാമ്പത്തിക ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ മുന്നേറാനായിട്ടില്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇന്ത്യയിലെ സാമൂഹിക യാഥാർത്ഥ്യം നോക്കുമ്പോൾ ഈ വാദം പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. കാരണം രാഷ്ട്രീയ ശക്തി പലപ്പോഴും സാമ്പത്തിക ശക്തിയുമായും വിദ്യാഭ്യാസ മുന്നേറ്റവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, സിവിൽ സൊസൈറ്റി സംഘടനകൾ ഇവയ്ക്കാണ് ദീർഘകാല സാമൂഹിക ശക്തിയുടെ അടിത്തറ. അതിനാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിനുള്ളിൽ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചുള്ള 2 വ്യത്യസ്ത സമീപനങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തേത് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിഷേധം അനിവാര്യമാണെന്ന നിലപാട്. രണ്ടാമത്തേത് പ്രതിഷേധങ്ങളെക്കാൾ ഫലപ്രദമായി സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നത് വിദ്യാഭ്യാസവും സാമ്പത്തിക പുരോഗതിയുമാണെന്ന നിലപാട്. ഭയത്തിന്റെ പേരിൽ തെരുവുകൾ ഉപേക്ഷിച്ചാൽ ജനാധിപത്യം ദുർബലമാകുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്നാൽ ഭരണകൂട വേട്ടയുടെ ഇരയായി ജീവിതം ഹോമിക്കുന്നതൊരു മികച്ച വഴിയാണ് സ്വന്തം കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടത് എന്ന വാദവും ഉയരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ചർച്ചയുടെ അടിത്തട്ടിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ഭയമാണ്. സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്താലും പിന്നീട് നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന ഭയം. മുസ്ലിം പേരുകാരനാണ് എന്ന കാരണത്താൽ മാത്രം സോഷ്യൽ മീഡിയ വിചാരണകൾ നേരിടേണ്ടി വരുമോ എന്ന ഭയം. ഭാവി തൊഴിൽ സാധ്യതകൾ ബാധിക്കുമോ എന്ന ഭയം. അറസ്റ്റിലാകുമോ എന്ന ഭയം. കുടുംബങ്ങൾക്ക് സാമ്പത്തികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്ന ഭയം. ഭയത്തോടൊപ്പം തന്നെ ഷഹീൻബാഗ് കാലഘട്ടത്തിലെ ആവേശത്തിന് പകരം ഇന്ന് കൂടുതൽ ജാഗ്രതയും കണക്കുകൂട്ടലും നിറഞ്ഞ ഒരു സമീപനമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ഭയത്തിന്റെ ബലമാണോ, അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠമാണോ, അതോ പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ഒരു തന്ത്രമാണോ? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇപ്പോൾ ഇല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഷഹീൻബാഗിന് ശേഷം ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിനുള്ളിൽ രാഷ്ട്രീയ പങ്കാളിത്തം, ജനാധിപത്യ പ്രതിഷേധം, നിയമപരമായ അപകട സാധ്യതകൾ, വിദ്യാഭ്യാസം, സാമ്പത്തിക മുന്നേറ്റം, സാമൂഹിക ശാക്തീകരണം എന്നിവയെക്കുറിച്ചുള്ള വലിയൊരു ആത്മപരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളാവും ഇന്ത്യൻ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്.